ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പോലീസ് വാദങ്ങളെ ന്യായീകരിച്ച് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടന്നു. പെൺകുട്ടികളെ മതം മാറ്റാനുള്ള ശ്രമം നടന്നുവെന്നും വിഷ്ണുദേവ് സായി ആരോപിച്ചു. അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഒരു പ്രതികരണം വരുന്നത്. ഇതുവരെ ഉത്തരവാദിത്തപ്പെട്ട ആരോ അല്ലെങ്കിൽ BJPയുടെ പ്രതിനിധികളോ ആരും തന്നെ പ്രതികരിച്ചിരുന്നില്ല. ആദ്യ പ്രതികരണത്തിൽ തന്നെ സർക്കാരിനെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി. എന്താണ് പോസ്റ്റിൽ പറയുന്നത്? ധന്യ, കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഇപ്പോൾ പോലീസ് നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം എക്സിലൂടെയാണ് ഈ കുറിപ്പ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ പെൺകുട്ടികളെ മതം മാറ്റുവാനും അതുപോലെ തന്നെ മനുഷ്യക്കടത്തിനും ശ്രമിച്ചു എന്ന് തന്നെ ഇപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗൌരവകരമായ വിഷയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ തന്നെയുള്ളൊരു വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിയമത്തിന്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോകുമെന്നതാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രീയ നിറം കൊടുക്കുവാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നിറം നൽകുവാൻ ശ്രമിക്കരുതെന്നൊരു വിമർശനം കൂടി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. നമുക്കറിയാം, രാജ്യത്തിന്റെ വിവിധ കോണിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു കൊണ്ടുവന്നിരിക്കുന്നത്. BJP വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. ക്രൈസ്തവ സഭകളുടെ അടക്കം ഒരു പ്രതിഷേധമെന്ന് പറയുന്നത്. BJP നേതാക്കളടക്കം ഛത്തീസ്ഗഡിലേക്ക് യാത്ര പുറപ്പെട്ടിരുന്നു. പക്ഷേ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന അത് കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കുന്നതാണ്. കാരണം ബജ്രംഗ് ദൾ അടക്കം അവിടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധിച്ചത് മതപരിവർത്തനവും മനുഷ്യക്കടത്തിനുമാണ് ഈ കന്യാസ്ത്രീകൾ എത്തിയതെന്നാണ്. എന്തായാലും ആ ന്യായീകരണം തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കേസന്വേഷണം പുരോഗമിക്കുകയാണെന്നും കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ നിയമത്തിന്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോകുമെന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കന്യാസ്ത്രീകൾ ഇപ്പോൾ നിലവിൽ ജയിലിലാണുള്ളത്. അവരുടെ ജാമ്യാപേക്ഷ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ നൽകുമെന്നതാണ് CBCI അടക്കം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും കന്യാസ്ത്രീമാരുടെ മോചനം വൈകുന്നു. വലിയ പ്രതിഷേധം ഉയരുമ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഒരു ന്യായീകരണം അല്ലെങ്കിൽ പോലീസ് നടപടിയെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. ധന്യ. ശരി അരവിന്ദ്.